സഞ്ജു എന്തോന്ന് കുപ്പി തല്ലി പൊളിക്കപ്പോ നീ അടച്ചു വെക്കുന്ന എന്ത്? എടാ ആ നീ വലിയ ചെക്കനായില്ലേ? ആ ആയി മസിലൊക്കെ ആയില്ലേ? ആയി വരുന്നു. നിനക്ക് നിന്റെ അച്ഛനമ്മേനെ ഒന്ന് ഉപദേശിച്ചു വിടാടാ. അതിന് അവരെന്തോന്ന് കാണിച്ചു ഉപദേശിക്കാൻ? നിന്നോട് ഞാൻ എങ്ങനെ പറയാ? എനിക്കെന്നെ നാണക്കേടായിട്ട് പോയി പറയാൻ. അപ്പച്ചല്ലേ പറഞ്ഞ ഞാൻ വലിയ ചെക്കനായിരുന്നു. എന്നെ പറയാനിപ്പോ ഇത്ര ബുദ്ധിമുട്ട് പറ, ഞാൻ കേക്കട്ടെ. നീ നിന്നെ അത്ര ചൂടാവണ്. എന്റെ ടോൺ അങ്ങനെയാണ്, ചൂടായതല്ലേ. ഇത്ര മസില് വേണ്ട. ആ അതെ, അച്ഛനമ്മ ഭയങ്കര കൊഞ്ചു കൊഴിഞ്ഞ് എന്തുവാടേ കാണിച്ചു കൂട്ടറ്. ഈ നാട്ടുകാരൊക്കെ കണ്ട എന്താ പറയാ? എന്റെ അച്ഛനും അമ്മ അങ്ങനെയാണ്, അവര് സ്നേഹിച്ചൊക്കെ ഇരിക്കും. അതിനിപ്പോ അപ്പച്ചിക്ക് എന്തുവാ? എടാ അതിന് കുഴപ്പമില്ല. പക്ഷെ അവരെ വിചാരം അവര് മധുരപ്പതിലേന് ഇപ്പൊ പോന്നിട്ടില്ല. അവരുടെ സ്നേഹം എന്താ അപ്പച്ചി ദയവ് ചെയ്ത് പാര വെച്ച് കൊളാക്കായിരുന്നാ. പിന്നെ എനിക്ക് ഉപദേശിക്കാൻ തോന്നുന്നുണ്ട്. തോന്നുന്നില്ലേ? ഉണ്ട്. അച്ഛനമ്മയുടെ ഒന്നും ഉപദേശിക്കടാ. അവരെ അല്ല, അപ്പച്ചിയെ. എന്നെ എന്തിനാ ഉപദേശിക്കണേ? നീ എന്നെ ഉപദേശിക്കാറായിട്ടില്ല. ആ ഞാൻ ഉപദേശിക്കാറായി. ചുമ്മാ എന്തിനാ വല്ലോടെ ലൈഫിൽ ഇങ്ങനെ കൈയും കടത്തി ഓട്ടക്കണ്ണ നോക്കി നോക്കി നടക്കുന്ന നാണയില്ല? ഇത്ര പ്രായമായില്ലേ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പോണില്ല. അത് എന്റെ അച്ഛന്റെ അമ്മയുടെ കുറ്റം എന്റെ അടുത്ത് പറയാൻ എന്റെ മുറി വന്നേക്കുന്നത് നാണയില്ല. അയ്യേ, മക്കളും കൊള്ളാം, അച്ഛനും അമ്മയും കൊള്ളാം. ഇതിപ്പോ കൊള്ളാം, അവര് സ്നേഹിക്കുന്നതാണ് ഇപ്പൊ വിഷയം. ബാക്കിയൊക്കെ വീട്ടിൽ അപ്പനും അമ്മ അടിയാണ് വിഷയം. ഇവിടെ സ്നേഹിക്കുന്ന വിഷയമാണ്. എടാ സ്നേഹിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓവറാവരുത്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പലപ്പോഴും ഒരേ ആൾക്കാർ കാണിക്കാൻ വേണ്ടി ചെയ്യണമെന്ന്. അങ്ങനെയൊന്നുമല്ല, എന്റെ അച്ഛൻ കുറച്ച് റൊമാൻറ്റിക് ആവേണ്ടതുകൊണ്ട് അതുകൊണ്ട് അത് അപ്പച്ചിക്ക് ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് അപ്പച്ചിക്ക് കുശുമ്പ. അച്ഛന്റെ കഥകൾ അറിഞ്ഞാ പറയില്ല. എന്തോന്ന് പറ. പോകാം. അപ്പച്ചി ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയല്ലേ? ഒന്നുമില്ല, നീ പൊക്കോ. നീ ഒന്നും പറഞ്ഞിട്ടില്ല. മാറ്റി വന്നേക്ക് പറഞ്ഞതൊക്കെ. ഞാൻ എങ്ങനെയാലും ജിമ്മിലൊക്കെ പോയി ഒന്ന് എരുമപ്പാലം കുടിച്ചൊന്നും എല്ലാം കയറ്റി എടുത്ത് നീ ഇവിടെ അടിയും കൂടെ ആക്കാൻ എനിക്ക് വയ്യ. എനർജി വേസ്റ്റ് ചെയ്യാൻ ചുമ്മാ. എരുമപ്പാലാണോ കുടിച്ചത്? പിന്നെ അല്ലാടെ വെറുതെ നിന്റെ സൗണ്ടിന് മാറ്റം. എന്തു മാറ്റം? ഒന്നുമില്ലടാ, നീ കഴുതപ്പാല കുടിക്കണ്ടായിരുന്നു. സ്ഥലം വിട്. നിനക്കൊന്ന് കഴുതപ്പാൽ ആങ്ങളൊക്കെ വാക്കും. എന്ത് പോടാ. ആ പോവാ പ്ലീസ്. അവരൊന്ന് സ്നേഹത്തിലൊന്ന് പൊക്കോട്ടെ പ്ലീസ്. ഞാൻ നീ വലിയ മുതിർന്ന ചെക്കനായത് കരുതിയതാ. നീ കുഞ്ഞ് ഇത്തിരി പോട്ട ഇത്തിരി കാട്ട ചെക്കനാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. ഇത്തിരി കാട്ടൊന്നും അല്ല, ഞാൻ മുതിർന്നേക്കാൻ തന്നെയാ. എന്നാ പിന്നെ പോയി ഉപദേശിച്ചൂടെ അച്ഛനമ്മേനെ? എന്ത് കാര്യത്തിന്? ഞാൻ അപ്പച്ചി വിളി, ഞാൻ അവളെ ഉപദേശിക്കാം. അപ്പച്ചിയുടെ മോളെ വിളി. അവളെ നീ ഉപദേശിക്കാറായിട്ടില്ല. അയ്യടാ, അത് പറഞ്ഞപ്പോ ഇഷ്ടമായില്ലല്ലോ. സെയിം പിച്ച് കേട്ടോ. അപ്പൊ എന്റെ അച്ഛനമ്മയും കൂടുതൽ ചൊറിയാനും മാതാനൊന്നും വരണം. ചുമ്മാ വേറൊരു പണിയില്ല, ഇറങ്ങിയേക്കോ സ്നേഹോ. എല്ലാവരും കണക്കാണല്ലോ. ഒരൊറ്റണെന്ന് നന്നായിക്കൂടാ. അടുത്ത തവണ നമുക്ക് ഈ 10 വിരലിലും 10 കളർ. 10 കളറാ? 10 കളറെല്ലാം മേടിക്കണ കൊറേ പൈസ വേണ്ടേ? നിന്റെ 10 കളറിലെ ക്യൂടെക്സ് ഞാൻ നിനക്ക് മേടിച്ചു തരും. മറ്റേ കാലം വെച്ച് ഉറപ്പല്ലേ? അതിൻ്റെ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ കാലിലെ 10 വിരലിനും കയ്യിലെ 10 വിരലിനും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ എടുക്കണം. മൊത്തം 20 കളർ. ആരെങ്കിലും നോക്കുമ്പോൾ നീ ഇങ്ങനെ നടന്നു വരുമ്പോൾ 20 കളർ നടന്നു വരുന്നൊരു ഫീല് കിട്ടണം. വട്ടാന്ന് പറയും. ഒരു വട്ടും ഇല്ല, അതൊക്കെ പാപ്പാടി പുഷ്പയുടെ ഐറ്റം ആയിട്ട് വരണം. എന്തേ? ഒന്നുമില്ല, ഇട്. ഇച്ചിരി നഖമൊക്കെ വളർത്തണം കേട്ടോ. ഇത് ഗിരിഗിരാന്ന് ചെറിയ പൂച്ചനഖം പോലിരിക്കും. അത് അന്നേരം ഷൂ ഇടാൻ പറ്റത്തില്ല. അതാ ഷൂ ഇട്ട് കഴിയുമ്പോൾ ഷൂ ആയി പോവും. അതെ, ഷൂ ഇടാൻ കഴിയത്തില്ല. അതെ. അയ്യോ സോറി. എന്തോടെ? അല്ല അച്ഛനമ്മ ക്യൂടെക്സ് ഒക്കെ ഇട്ട് കൊടുക്കുമല്ലേ? അച്ഛൻ അമ്മയ്ക്ക് ക്യൂടെക്സ് ഇട്ട് കൊടുക്കുമോ? നിനക്കെന്താ? അല്ല ഞാൻ ഇവിടെ നിങ്ങളെ പ്രൈവസി ഒന്ന് കൈ കടത്തി തോന്നണ്ട, അതുകൊണ്ടാ സോറി പറഞ്ഞു. നടക്കട്ടെ, ക്യൂടെക്സ് ഇട്ട് കൊടുക്കും. ഓക്കെ. നമ്മുടെ ഈ സ്നേഹം പിള്ളേരൊക്കെ കണ്ട് പഠിക്കട്ടെ. പിള്ളേര് പഠിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളെ പെങ്ങളെ ഞാൻ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കും. പെങ്ങളെക്കാട്ടിയും വലുത് ഭാര്യയാണ് എന്നുള്ള പാഠം. നീ എന്തോ ആലോചിക്കുന്നു? ഒന്നുമില്ല, നമ്മളെ മക്കള് പഠിക്കും എന്ന് ആലോചിച്ചതാ. പഠിക്കണം. അതെ. നീ ഇങ്ങനെ വെച്ചേ അടിപൊളി. നീ എന്നോട് പണ്ട് പറഞ്ഞില്ലായിരുന്നോ നിനക്ക് പച്ചക്കല്ലുള്ള സ്വർണത്തിലുണ്ടാക്കിയൊരു മുക്കുത്തി വേണമെന്ന്? നമുക്ക് മേടിച്ചാലോ? മേടിച്ചു തരുമോ? നോക്കട്ടെ തിരിഞ്ഞേ. സ്വർണ്ണ അല്ല കേട്ടോ, നമുക്ക് ഈ പച്ചക്കല്ലിൽ തന്നെ വെള്ളിയിലൊരു മുക്കുത്തി, അതായിരിക്കും ഭംഗി. ആ വെള്ളിയെങ്കിൽ വെള്ളി മതി, ഞാനിടാ തയ്യാറാ. ഒന്നുകൂടെ തിരിഞ്ഞേ. എന്താ ഏത് ഭാഗത്തെ ഭംഗി നോക്കാം? അതാ ഞാൻ നോക്കിയേ. അല്ല മുക്കുത്തി ഇല്ലാത്തതാ ഭംഗി, ഇതാ ഭംഗി. മുക്കുത്തി വേണ്ട.
ആ ഒറ്റ ഡയലോഗിൽ ആ മൂക്കുത്തിയുടെ കാശ് ലാഭിച്ചല്ലേ? ഏയ് ഇതാ ഭംഗി, അതുകൊണ്ടാ. ഞാൻ ഒട്ടിക്കുന്ന മേടിച്ചു വെക്കും. ഒട്ടിക്ക് ആ കുഴപ്പമില്ല, കുഴപ്പമുണ്ടാവില്ല.